ഹലോ ഗായ്സ്, ഒരല്പനിമിഷം ശ്രദ്ധിക്കൂ. ഇന്ന് നമുക്ക് വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. എന്താണെന്നല്ലേ? ഇന്ന് നമ്മുടെ സ്കൂളിൽ ഒരു അതിഥി എത്തുകയായി. നിങ്ങളെ കേൾക്കാൻ, നിങ്ങളിലുള്ള കഴിവുകളെ ഉണർത്താൻ, നിങ്ങൾക്ക് ആസ്വാദനത്തിന്റെ വിരുന്നൊരുക്കി ഇതാ എത്തുകയായി നമ്മുടെ സ്വന്തം സ്കൂൾ റേഡിയോ. ഇനി നമുക്ക് പറക്കാം നമ്മുടെ സ്വപ്നങ്ങളിലേക്ക്, നമ്മുടെ സ്വന്തം സ്കൂൾ റേഡിയോക്കൊപ്പം. കേൾക്കാം കേൾക്കാം കേട്ടുകൊണ്ടിരിക്കാം. ദിസ് ഈസ് അവർ SRFM ചിരിയും ചിന്തയും 19009. നിങ്ങളുടെ ചിന്തകൾ, സർഗസൃഷ്ടികൾ എല്ലാം നമുക്ക് കേട്ടുകൊണ്ടിരിക്കാം നമ്മുടെ സ്വന്തം സ്കൂൾ FM-ലൂടെ. ഓർ സ്കൂൾ FM ഈസ് ഓൺ എയർ. സോ വെൽക്കം ടു ഓർ സ്കൂൾ FM SRFM ചിരിയും ചിന്തയും 19009. കേൾക്കാം കേൾക്കാം കേട്ടുകൊണ്ടിരിക്കാം. ഇന്നീ സുവർണ നിമിഷത്തിൽ നമ്മോടൊപ്പം ചേരുന്നു FM റേഡിയോ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി നമ്മുടെ ബഹുമാന്യനായ മാനേജർ ബാവ സാഹിബ്. വെൽക്കം സർ. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ സ്കൂളിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ചിന്തകളെ ഉണർത്തുന്നതിന് വേണ്ടി SRFM ചിരിയും ചിന്തയും 19009 എന്ന പേരിൽ സ്കൂൾ റേഡിയോ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നു. നിങ്ങളുടെ കഴിവുകളെ ഉണർത്തുന്നതിന് ഈ പരിപാടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നതിൽ സംശയമില്ല. ഈ പദ്ധതിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നതോടൊപ്പം ഏറെ സന്തോഷത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് SRFM ചിരിയും ചിന്തയും 19009. കേൾക്കാം കേൾക്കാം കേട്ടുകൊണ്ടിരിക്കാം. ഇതിൽ ഇനി നിങ്ങൾക്കായി ഇതാ ഒരു ഗാനം. നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട SS അധ്യാപകൻ മുഹമ്മദ് സാറിന്റെ ഒരു മനോഹര ഗാനം. വെൽക്കം മുഹമ്മദ് സർ. कोई जब राह न पाए मेरे संग आए के पग पग दीप जलाए. मेरी दोस्ती मेरा प्यार, मेरी दोस्ती मेरा प्यार. कोई जब राह न पाए मेरे संग आए के पग पग दीप जलाए. मेरी दोस्ती मेरा प्यार, मेरी दोस्ती मेरा प्यार. जीवन का यही है दस्तूर, प्यार बिना अकेला मजबूर. दोस्ती को माने तो सब दुख दूर, दोस्ती को माने तो सब दुख दूर. कोई कहे तो कर चाहे मेरे संग आए के पग पग दीप जलाए. मेरी दोस्ती मेरा प्यार, मेरी दोस्ती मेरा प्यार. दोनों के है रूप हजार, पर मेरी सुने जो संसार. दोस्ती है भाई तो कहना है प्यार, दोस्ती है भाई तो कहना है प्यार. कोई मत नैन चुराए मेरे संग आए के पग पग दीप जलाए. मेरी दोस्ती मेरा प्यार, मेरी दोस्ती मेरा प्यार.
प्यार कहे प्यारी ना कहे मेरा कहेगा नशा दोस्त कयारो नहीं कोई धाम दोस्ती कयारो नहीं कोई धाम कोई कहे दूर न जाए मेरे संग आए के पग पग दीप जलाए मेरी दोस्ती मेरा प्यार मेरी दोस्ती मेरा प्यार कोई जब राह न पाए मेरे संग आए के पग पग दीप जलाए मेरी दोस्ती मेरा प्यार मेरी दोस्ती मेरा प्यार Thank you, Mohammed sir. Hello guys, welcome back to our school FM. SRFM ചിരിയും ചിന്തയും 19009 കേൾക്കാം കേട്ടുകൊണ്ടിരിക്കാം. ഇന്ന് നമുക്ക് 23/7/2025 നമ്മുടെ സ്കൂളിൽ വെച്ച് നടന്ന നേത്രപരിശോധന ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. അതിനായി MKH ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മുഹമ്മദ് ഹാറൂൺ നിങ്ങളുമായി സംസാരിക്കുന്നു. വെൽക്കം സർ. ഹലോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ ഡോക്ടർ മുഹമ്മദ് ഹാറൂൺ, MKH ഐ ഹോസ്പിറ്റലിലെ ഐ സ്പെഷ്യലിസ്റ്റാണ്. ഈ കഴിഞ്ഞ 23-ാം തീയതി MKH ഐ ഹോസ്പിറ്റൽ നടത്തിയ സ്ക്രീനിങ് ക്യാമ്പിൽ 150ഓളം കുട്ടികളെ സ്ക്രീൻ ചെയ്യുകയുണ്ടായി. അതിൽ 50ഓളം വരുന്ന കുട്ടികളിൽ കണ്ണ് കാഴ്ച കുറവ് കാണപ്പെടുകയുണ്ടായി. അതിനുള്ള വിശദ പരിശോധന നടത്തി വരികയാണ് നാം ഹോസ്പിറ്റലിൽ. ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളിലേക്ക് ഒരു ഇൻഫർമേഷൻ പറയാനുള്ളത്, കുട്ടികളിൽ വളരെ കോമണായി കാണപ്പെടുന്ന കാഴ്ച വൈകല്യങ്ങളെ പറ്റിയാണ്. എന്തെല്ലാം എന്ന് വെച്ചാൽ, വളരെ കോമണായിട്ട് പാരമ്പര്യമായിട്ട് അവരവരുടെ മാതാപിതാക്കൾ മേൽ ഉണ്ടായ ചില കാഴ്ചക്കുറവുകൾ അത് കുട്ടികളിലും വന്ന് പോയേക്കാം. ചില മാതാപിതാക്കൾക്ക് കണ്ണിൻ്റെ പ്രഷറിൻ്റെ അസുഖവും കണ്ണിൻ്റെ നരമ്പിലുള്ള പ്രശ്നങ്ങൾ അതും കുട്ടികളിൽ വന്ന് കാണപ്പെടാറുണ്ട്. ഇതെല്ലാം ഒരു പ്രോപ്പർ ഐ ചെക്കപ്പിൽ അറിയാൻ കഴിയത്തുള്ളൂ. അതേപോലെ വളരെ കോമണായിട്ട് നമ്മൾ എല്ലാവരും അവഗണിക്കുന്ന ഒരു കാര്യമാണ് കണ്ണ് പ്രോപ്പറായിട്ട് പരിശോധിക്കുക ഉള്ള കാര്യം. ഇത് കാരണം പല കുട്ടികൾക്കും ഒരു ഹൈസ്കൂളിലൊക്കെ ആകുമ്പോഴായിരിക്കും ബോർഡിൽ മേൽ കാണുന്നില്ല, വ്യക്തത ഇല്ല ബോർഡിൽ മേലുള്ളത്. ഇതെല്ലാം കാരണം പിന്നെ പരിശോധിക്കുമ്പോൾ ഹൈ പവറൊക്കെയാണ് വന്ന് കാണപ്പെടുന്നത്. ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രോപ്പർ ഐ ചെക്കപ്പ് നടത്തിയാലാണ്. അപ്പം ഇത് കാണുന്നത് വളരെ ഹൈ റിഫ്രാക്റ്റീവ് എററായിട്ടാണ് പിന്നെ നമ്മൾ കാണുന്നത്. അപ്പം ഇതിന് പ്രോപ്പർ ഒരു ഐ ചെക്കപ്പ് നടത്തുക എന്നുള്ളതാണ് മെയിൻ കാര്യം. കുട്ടികളിൽ കാണപ്പെടുന്ന വളരെ കോമൺ ഐ റിഫ്രാക്റ്റീവ് എറേഴ്സ് ആണ് ദൂരക്കാഴ്ചക്കുറവ്, മയോപ്പിയ, പിന്നുള്ളത് അസ്റ്റിഗ്മാറ്റിസം, പിന്നുള്ളത് അടുത്തുള്ള കാഴ്ച ഹൈപ്പർമെട്രോപ്പിയ എന്നുള്ള 3 കാര്യങ്ങളാണ്. ഇത് കണ്ണാടി വെച്ചാൽ കറക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇത് നേരത്തെ കണ്ട് പിടിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനാണ് മുഖ്യം. പിന്നെ ഉള്ളത് പാരമ്പര്യമായിട്ട് കാണപ്പെടുന്ന ചില കൺമേലുള്ള ക്യാൻസർ അസുഖങ്ങൾ വരെ കണ്ണിലും വരുന്നതാണ്. റെറ്റിനോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞ അസുഖം. ഇതൊക്കെ പ്രോപ്പർ ചെക്കപ്പിലാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ ഈ കോവിഡ് കാലം കഴിഞ്ഞ പിന്നാണ് വളരെ കൂടുതലായിട്ട് കുട്ടികളിൽ ഈ കമ്പ്യൂട്ടർ യൂസും മൊബൈൽ യൂസും ഓൺലൈൻ ക്ലാസ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഓവർ യൂസായിട്ട് കുട്ടികൾ അത് ഓവർ യൂസ് ചെയ്തിട്ട് പിന്നെ കാഴ്ചക്കുറവ് കൂടുതലായി കാണപ്പെടാറുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ കൂടുതൽ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പണ്ടുള്ള ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ ഈ കോവിഡ് കാലത്തിന് ശേഷം വളരെ കുറവാണ്. അതുമേൽ തന്നെ കാരണം തന്നെ കാഴ്ചക്കുറവ് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇതെല്ലാം മാതാപിതാക്കളും നിങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം ഇതെല്ലാം മനസ്സിൽ വെച്ച് എല്ലാവരും അവരവരുടെ കണ്ണിന് പ്രാധാന്യം കൊടുത്ത് വന്ന് കണ്ണ് ചെക്കപ്പ് നടത്തി പോകേണ്ടതാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. Bye
കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത വെള്ളി ഇതേ സമയം വീണ്ടും കാണാം. ദിസ് ഈസ് ഓർ സ്കൂൾ റേഡിയോ SRFM ചിരിയും ചിന്തയും 19009. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടിരിക്കൂ. റിസൈനിങ് ഓഫ് ടുഡേ. താങ്ക് യു.